Assalamu alaikum. Good morning to all. Welcome to the Max class. Let us start the class with dua for knowledge. Rabbi Yasir, Wala Tu'asir, Wa Tamim Bil Khair, Wa Bika Nasta'inu, Ya Fattahu, Rabbi Sidni Alma, Rabbi Sidni Alma, Rabbi Sidni Alma. So, we are studying the chapter congruence of triangle. Okay, so here we will do the exercise 7.1. First one, two line segment are congruent if dash. എന്താണ് ടു ലൈൻ സെഗ്മെന്റ് ആർ കോൺഗ്രുവൻറ്റ് ഇഫ് ഡാഷ്. രണ്ട് ലൈൻ സെഗ്മെൻറ്റ് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ നമ്മൾ പറയുന്ന കണ്ടീഷൻ എന്തായിരിക്കുന്നു? രണ്ട് ലൈൻ സെഗ്മെൻറ്റ് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ എന്തായിരിക്കണം? ദേ ഹാവ് ദി സെയിം ലെങ്ത്. ഓക്കെ, സോ രണ്ട് ലൈൻ സെഗ്മെൻറ്റ് കോൺഗ്രുവൻ്റ് ആണെന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? അത് ആ രണ്ട് ലൈൻ സെഗ്മെൻറ്റും എന്തായിരിക്കണം? ഈക്വൽ ലെങ്ത് ആയിരിക്കണം. ഓക്കെ, സോ ദേ ഹാവ് ദ സെയിം ലെങ്ത്. Okay, next one, among two congruent angles, one has a measure of 70 degree, the measure of the other angle is dash. Okay, രണ്ട് ആംഗിൾസ് തമ്മിൽ കോൺഗ്രുവൻ്റ് ആണെന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? ആ രണ്ട് ആംഗിൾസും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സോ ഓക്കെ, സോ ഹിയർ ടു കോൺഗ്രുവൻ്റ് ആംഗിൾസ്, വൺ ഹാസ് എ മെഷർ ഓഫ് 70 ഡിഗ്രി. ഒരു ആംഗിൾ എത്രയാണ് തന്നിട്ടുണ്ട്? 70 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ദ മെഷർ ഓഫ് ദി അതർ ആംഗിൾ എങ്കിൽ മറ്റേ ആംഗിൾ എത്ര തന്നെ ആയിരിക്കും? 70 ഡിഗ്രി തന്നെ ആയിരിക്കും. Okay, then last one, when we write angle A is equal to angle B, we actually mean എന്താണ്? angle A is equal to angle B എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ആക്ച്വലി ആയിട്ട് മീൻ ചെയ്യുന്നത്? മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ A equal to മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ B. രണ്ടിൻ്റെ മെഷർമെൻറ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, so next we will study the congruence of triangle. The congruence of triangle. Okay, if two triangles are congruent, then their corresponding angles and sides are equal. So രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കണം? അതിൻ്റെ സൈഡ്സും അതിൻ്റെ ആംഗിൾസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസും സൈഡ്സും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, here angle ABC and angle PQR is congruent എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്താ കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞത്? കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം, അതുപോലെ സൈഡ്സ് ഈക്വൽ ആയിരിക്കണം, വെർട്ടിസസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, സോ ദ കറസ്പോണ്ടിങ് വെർട്ടിസസ് ഏതാണ്? ആംഗിൾ എക്ക് കറസ്പോണ്ട് ആയിരിക്കും ആംഗിൾ പി. ഓക്കെ, ആംഗിൾസ് എക്ക് കറസ്പോണ്ട് ആയിരിക്കും ആംഗിൾ പി, ആംഗിൾ ബിക്ക് കറസ്പോണ്ട് ആയിരിക്കും ആംഗിൾ ക്യൂ, ആംഗിൾ സിക്ക് കറസ്പോണ്ട് ആയിരിക്കും എന്ത്? ആംഗിൾ ആർ. അതുപോലെ തന്നെ എ ബി എന്ന് പറയുന്ന സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡായിരിക്കും എന്തെന്ന് പറയുന്നത്? പി ക്യൂ. ദെൻ എ സി എന്ന് പറയുന്ന സൈഡിന് കറസ്പോണ്ട് ആയിട്ടായിരിക്കും പി ആർ. ദെൻ ബി സി എന്ന് പറയുന്ന സൈഡ്സിന് കറസ്പോണ്ട് ആയിരിക്കും എന്ത്? ക്യൂ ആർ. ഓക്കെ, അതുപോലെ തന്നെയാണ് കറസ്പോണ്ടിങ് വെർട്ടിസസ്. എക്ക് കറസ്പോണ്ട് ആയിരിക്കും പി, ബിക്ക് കറസ്പോണ്ട് ആയിരിക്കും ക്യൂ, ആൻഡ് സിക്ക് കറസ്പോണ്ട് ആയിരിക്കും എന്ത്? ആർ. ഓക്കെ, സോ ദ കറസ്പോണ്ടിങ് വെർട്ടിസസ് എ ആൻഡ് പി, ദെൻ ബി ആൻഡ് ക്യൂ, സി ആൻഡ് ആർ. ഇതെന്താണ്? കറസ്പോണ്ടിങ് വെർട്ടിസസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കറസ്പോണ്ടിങ് ആംഗിൾസ്. സോ കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ എക്ക് എന്തായിരിക്കും? ഈക്വൽ തന്നെ ആയിരിക്കും ആംഗിൾ പി എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് നമുക്ക് എന്ത് പറയാം? കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുന്നത് ആംഗിൾ എ ആൻഡ് ആംഗിൾ പി. നെക്സ്റ്റ് ഏതാണ്? ആംഗിൾ ബി ആൻഡ് angle Q,
then angle C and angle R. ഓക്കെ, സോ ഇപ്പോൾ ഏതൊക്കെയായി? കറസ്പോണ്ടിങ് വെർട്ടിസസ് ആയി, കറസ്പോണ്ടിങ് ആംഗിൾസ് ആയി. ഇനി എന്താണ് കറസ്പോണ്ടിങ് സൈഡ്സ്? സോ കറസ്പോണ്ടിങ് സൈഡ്സ് ഏതൊക്കെയാണ്? എ ബിക്ക് കറസ്പോണ്ട് ആയിരിക്കും ആര്? പി ക്യു. എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റ് കറസ്പോണ്ട് ആയിരിക്കും പി ക്യു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എ സിക്ക് കറസ്പോണ്ട് ആയിരിക്കും എന്ത്? പി ആർ. ഓക്കെ, ദെൻ ബി സിക്ക് കറസ്പോണ്ട് ആയിരിക്കും ആര്? ക്യു ആർ. ക്യു ആർ എന്ന് പറയുന്ന സൈഡ്. ഓക്കെ, സോ എന്താണ് കോൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾ പറയുന്നത്? ഇഫ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻറ്റ് ദെൻ ദെയർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആൻഡ് സൈഡ്സ് ആർ ഈക്വൽ. രണ്ട് ട്രയാങ്കിൾ എന്താണ് കോൺഗ്രുവൻ്റ് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? അതിൻ്റെ സൈഡ്സും അതിൻ്റെ എന്താണ് ആംഗിൾസും എന്ത് തന്നെ ആയിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഇതാണ് എന്ത്? കോൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾ. ഓക്കെ, so here corresponding vertices A and P, B and Q, C and R. A എന്ന് പറയുന്ന വെർട്ടിസിന് ഈക്വൽ ആയിരിക്കും P, B എന്ന് പറയുന്ന വെർട്ടിസിന് കറസ്പോണ്ട് ആയിരിക്കും Q, C എന്ന് പറയുന്ന വെർട്ടിസിന് കറസ്പോണ്ട് ആയിരിക്കും R. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആംഗിൾസ്, ആംഗിൾ എക്ക് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും ആംഗിൾ P. ദെൻ ആംഗിൾ ബിക്ക് ഈക്വൽ ആയിരിക്കും ആംഗിൾ Q, ആംഗിൾ സിക്ക് ഈക്വൽ ആയിരിക്കും എന്ത്? ആംഗിൾ R. ഓക്കെ, ദെൻ കറസ്പോണ്ടിങ് സൈഡ്സ്. എ ബി എന്ന് പറയുന്ന സൈഡിന് കറസ്പോണ്ട് ആയിരിക്കും പി ക്യു, ദെൻ പി എ സി എന്ന് പറയുന്ന സൈഡ്സിന് കറസ്പോണ്ട് ആയിരിക്കും പി ആർ, ദെൻ ബി സി എന്ന് പറയുന്ന സൈഡ്സിന് കറസ്പോണ്ട് ആയിരിക്കും എന്ത്? ക്യു ആർ. ഓക്കെ, സോ നമുക്ക് പറയാം എന്താണ്? ദിസ് ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻറ്റ്. ഓക്കെ, so next one, if triangle ABC congruent a triangle FED under the correspondence ABC correspond to FED, write all the corresponding congruent parts of the triangle. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എഫ് ഇ ഡിയും എന്താണ്? കോൺഗ്രുവൻ്റ് ആണ് എങ്കിൽ എ ബി സി എന്താണ്? കറസ്പോണ്ട് ടു എഫ് ഇ ഡി ആണ്. റൈറ്റ് ഓൾ ദി കറസ്പോണ്ടിങ് കോൺഗ്രുവൻസ് പാർട്സ് ഓഫ് ദി ട്രയാങ്കിൾ. എങ്കിൽ കോൺഗ്രുവൻ്റ് കണ്ടീഷൻ വെച്ചിട്ട് എന്താണ് പറയുന്നത്? ആ ട്രയാങ്കിൾസിൻ്റെ കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള പാർട്സ് നമ്മൾ എന്ത് ചെയ്യാനാണ്? റൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വി ഹാവ് ടു ഡ്രോ ദി ട്രയാങ്കിൾസ്. ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എഫ് ഇ ഡി. ഓക്കെ, സോ ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എഫ് ഇ ഡിയും ആണ് ട്രയാങ്കിൾസ്. ഓക്കെ, സോ ഇനി എന്താണ്? രണ്ട് ട്രയാങ്കിൾസ് എന്താണ്? കോൺഗ്രുവൻ്റ് ആണെന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം? അതിൻ്റെ സൈഡ്സ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതിൻ്റെ ആംഗിൾസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓർ അതിൻ്റെ വെർട്ടിസസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, സോ ഹിയർ ആംഗിൾ triangle ABC and triangle in triangle ABC and triangle FED നമുക്ക് ഏതൊക്കെ പാർട്സ് പറയാം? നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്താ പറയാം? സൈഡ്സ് പറയാം അല്ലേ? എ ബി കറസ്പോണ്ട് ടു എ ബിക്ക് കറസ്പോണ്ട് ആയിട്ടുള്ള സൈഡ് ഏതാണ്? ഇ എഫ്. ഓക്കെ, ദെൻ എന്താണ് പറയുന്നത്? എ സിക്ക് കറസ്പോണ്ട് ആയിട്ടുള്ള സൈഡ് ഏതാണ്? ഡി എഫ്.
ദെൻ ബി സിക്ക് കറസ്പോണ്ട് ആയിട്ടുള്ള സൈഡ് ഇ ഡി. അതുപോലെ തന്നെ എന്താണ്, ഇത് സൈഡ്സ് ആണ്. അതുപോലെ തന്നെ ഇനി ആംഗിൾസ് എന്ത് പറയണം, കറസ്പോണ്ട് പറയണം. ഓക്കെ, സോ ആംഗിൾ എക്ക് കറസ്പോണ്ട് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്, ആംഗിൾ എഫ്. ഓക്കെ, സോ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എഫ് ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ആംഗിൾ എ കറസ്പോണ്ട് ടു ആംഗിൾ എഫ്. ദെൻ ആംഗിൾ ബി കറസ്പോണ്ട് ടു ആംഗിൾ ഇ. ദെൻ ആംഗിൾ സി കറസ്പോണ്ട് ടു ആംഗിൾ D. So we can say that angle ABC congruent to angle FED. Okay. So എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, congruence of triangle ആണ്. If two triangles are congruent then their corresponding angles and sides are equal. രണ്ട് ട്രയാങ്കിൾ എന്താണ് congruent എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം, അതിൻ്റെ സൈഡ്സ് ഈക്വൽ ആയിരിക്കണം, അതിൻ്റെ ആംഗിൾസും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഓക്കെ, so next we have to study the SSS congruence criterion. Okay, SSS congruence rule എന്താണെന്ന് വെച്ചാൽ, if under a given correspondence the three sides of one triangle are equal to three corresponding sides of another triangle then the triangles are congruent. എന്താണ് പറയുന്നത്, ഒരു ട്രയാങ്കിൾസിൻ്റെ ത്രീ സൈഡ്സ് മറ്റൊരു ട്രയാങ്കിൾസിൻ്റെ ത്രീ സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ എന്തെന്ന് പറയാം, അത് ആ രണ്ട് ട്രയാങ്കിളും എന്താന്ന് പറയാം, കറസ്പോണ്ടൻസ് ആണെന്ന് പറയാം. സോ അതാണ് നമ്മളുടെ SSS കോൺഗ്രുവൻസ് റൂള് പറയുന്നത്. എന്താണ്, ഇഫ് അണ്ടർ എ ഗിവൺ കറസ്പോണ്ടൻസ് ദ ത്രീ സൈഡ്സ് ഓഫ് വൺ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദി three corresponding sides of another triangle then the triangles are എന്താണ്, congruent. ഓക്കെ, സോ ഒരു ട്രയാങ്കിളിൻ്റെ ത്രീ സൈഡ്സ് മറ്റൊരു ട്രയാങ്കിളിൻ്റെ ത്രീ സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ എന്ത് പറയാം, നമുക്ക് ഏത് റൂൾ വെച്ച് പറയാം, SSS കോൺഗ്രുവൻസ് റൂൾ വെച്ചിട്ട് അതെന്തായിരിക്കും, ആ രണ്ട് ട്രയാങ്കിൾസും എന്തായിരിക്കും, കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഓക്കെ, സോ SSS എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് എന്താണ്, ത്രീ സൈഡ്സ് ആണ്. ഓക്കെ, SSS കോൺഗ്രുവൻസ് ക്രൈറ്റീരിയൻ പറയുന്നത് ത്രീ സൈഡ്സ് ആണ്. ഈ ത്രീ സൈഡ്സ്, ഒരു ട്രയാങ്കിളിലെ ത്രീ സൈഡ്സ് മറ്റൊരു ട്രയാങ്കിളിലെ ത്രീ സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസും എന്തായിരിക്കും, കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വി വിൽ ഡു ദ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ SS ക്രൈറ്റീരിയൻ, കോൺഗ്രുവൻസ് ക്രൈറ്റീരിയൻ. So the question is, in triangles ABC and PQR, AB is equal to 3.5 cm, BC is equal to 7.1 cm, AC is equal to 5 cm, then PQ is equal to 7.1 cm, QR is equal to 5 cm, and PR is equal to 3.5 cm. Examine whether the two triangles are congruent or not. എന്താണ്, രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്, ABC യും PQR.
അതിൻ്റെ മെഷർമെൻറ്റ് സൈഡ്സിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. എ ബി ഇസ് ഇക്വൽ ടു 3.5 സെൻറ്റിമീറ്റർ, ബി സി ഇസ് ഇക്വൽ ടു 7.1 സെൻറ്റിമീറ്റർ ആൻഡ് എ സി ഇസ് ഇക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ദെൻ ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. പി ക്യു ഇസ് ഇക്വൽ ടു 7.1 സെൻറ്റിമീറ്റർ, ക്യു ആർ ഇസ് ഇക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആൻഡ് പി ആർ ഇസ് ഇക്വൽ ടു 3.5 സെൻറ്റിമീറ്റർ. എക്സാമിൻ വെദർ ദ ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻറ്റ് ഓർ നോട്ട്. ഇത് കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. സോ ഫസ്റ്റ് വി ഹാവ് ടു ഡ്രോ ദ ട്രയാങ്കിൾസ്. So first triangle is ABC, then second triangle is PQR. Okay, so നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? എ ബി ഇസ് ഇക്വൽ ടു 3.5 സെൻറ്റിമീറ്റർ. എ ബി എന്ന് പറയുന്നത് 3.5 സെൻറ്റിമീറ്റർ ആണ്. ദെൻ ബി സി ഇസ് ഇക്വൽ ടു 7.1 സെൻറ്റിമീറ്റർ. ദെൻ എ സി ഇസ് ഇക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പി ക്യു ട്രയാങ്കിൾ പി ക്യു ആറിൽ പി ക്യു ഇസ് ഇക്വൽ ടു 7.1 സെൻറ്റിമീറ്റർ. ഓക്കെ, ക്യു ആർ ഇസ് ഇക്വൽ ടു 5 സെൻറ്റിമീറ്റർ. QR is equal to 5 centimeter and PQ is equal to 7.1 centimeter. ഓക്കെ, സോ നമുക്ക് രണ്ട് ട്രയാങ്കിളും കാണുമ്പോൾ തന്നെ അറിയാം എന്താണ്, ഈക്വൽ ആണ്. എന്താണ്, സൈഡ്സ് തമ്മിൽ എല്ലാം മെഷർമെൻറ്റും എന്താണ്, ഈക്വൽ ആണ്. ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും എന്താണ്, ഈക്വൽ ആണ്. ഫസ്റ്റ് എന്താണ് സൈഡ്സ് പറഞ്ഞേക്കുന്നത്, 3 പോയിന്റ് എ ബിക്ക് ഈക്വൽ ആണ് എന്തെന്ന് പറയുന്നത് പി ആർ. സോ ഹിയർ എ ബി ഈക്വൽ ടു പി ആർ equal to 3.5 centimeter. രണ്ട് ട്രയാങ്കിളിൻ്റെയും ഒരു സൈഡ്സ് എന്താണ് 3.5 centimeter. That is AB and PR 3.5 centimeter. So we can say that we can write AB is equal to PR is equal to 3.5 centimeter. Next one, AC is equal to QR is equal to 5 centimeter. എന്താണ് നെക്സ്റ്റ് മെഷർമെൻറ്റ് ഏതാണ്, എ സി ഇസ് ഇക്വൽ ടു ക്യു ആർ എത്ര സെൻറ്റിമീറ്റർ ആണ്, 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബി സി ഇസ് ഈക്വൽ ടു പി ക്യു ഇസ് ഈക്വൽ ടു 7.1 centimeter. So next BC is equal to PQ is equal to 7.1 centimeter. So we can say that എന്താണ് 3 sides of one triangles are equal to 3 sides of other triangle. എന്താണ് ഏത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, SSS congruence rules വെച്ചിട്ട് എന്താണ് പറയുന്നത്, 3 sides of one triangles are equal to the 3 sides of other triangles, or we can say that the triangles are congruent. ഇപ്പോൾ എന്താണ് കണ്ടിരിക്കുന്നത്, നമ്മൾ ഇതിൽ വെച്ചിട്ട് 3 സൈഡ്സും ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും മറ്റൊരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിന് എന്താണ് ഈക്വൽ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻറ്റ്. So by SSS congruence rule, triangle ABC is congruent to triangle RPQ or PQR. Okay. So what we have studied, SSS congruence rule. എന്താണ് പറയുന്നത് congruence rule, the 3 sides of one triangle are equal to the 3 sides of other triangle, then the triangles are congruent. Okay, here a triangle ABC and a triangle PQ are congruent. എന്താണ് നമ്മൾ പറഞ്ഞത്, ഇതിൻ്റെ 3 സൈഡ്സ് ട്രയാങ്കിൾ എ ബി സിയുടെ 3 സൈഡ്സ് ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ 3 സൈഡ്സിന് എന്താണ് ഈക്വൽ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ട്രയാങ്കിൾ എ ബി സി ഇസ് കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ പി ക്യു. ഓക്കെ, so I hope all of you understand. We will continue the next class. Let's wind up the class. Assalamu alaikum.